ഹായ്, ഞാൻ ശ്രീനാഥ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നൊരു വിഷയമായിട്ടാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നും എനിക്കിത് ആപ്ലിക്കബിൾ അല്ലല്ലോ എന്ന്. എന്നാൽ ഇത് നമ്മളുടെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അഡ്വാൻസ് ടാക്സ് ഒരു ബിസിനസ്സുകാരനെ പോലെ തന്നെ ഒരു സാലറീഡ് ഇൻഡിവിജ്വലിനും ആപ്ലിക്കബിൾ ആയിരിക്കും. എങ്ങനെയാണെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇത് നോക്കാം. എന്താണ് അഡ്വാൻസ് ടാക്സ്? അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരു വർഷം മുഴുവൻ ഏൺ ചെയ്യുന്ന ഒരു സാലറി, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റിന്മേൽ നമ്മൾ വർഷാവസാനം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് അടയ്ക്കുന്ന ടാക്സ്, അതിന് നമ്മൾ ഒരു വർഷം തീരുന്നതിന് മുൻപ് പല ഇൻസ്റ്റാൾമെൻറ്റുകളായി അടയ്ക്കുന്നതിനാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഈ അഡ്വാൻസ് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് എങ്ങനെ നമുക്ക് ഏത് സമയത്ത് അടയ്ക്കാം, അത് അടച്ചില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാം. അഡ്വാൻസ് ടാക്സ് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്? അഡ്വാൻസ് ടാക്സ് എങ്ങനെ അടയ്ക്കാം, എപ്പോൾ അടയ്ക്കണം, എത്ര അടയ്ക്കണം എന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ടാക്സ് നമുക്ക് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എങ്ങനെയാണ് അഡ്വാൻസ് ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നതെന്നല്ലേ? നമ്മളൊരു വർഷം മുഴുവൻ ഏൺ ചെയ്യുന്ന സാലറി, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്സ്, ഈ പ്രോഫിറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ വർഷാവസാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ്, ഈ ടാക്സ് 10,000 രൂപയുടെ മുകളിലാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നവർ ഒരു കാറ്റഗറി മാത്രമാണ്. 60 ഇയേഴ്സിന് മുകളിലുള്ള ബിസിനസ് ഇൻകം ഇല്ലാത്ത സീനിയർ സിറ്റിസൺ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു സാലറീഡ് ഇൻഡിവിജ്വലിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് ഇൻകം ഉള്ളവരെ മിക്കവാറും അഡ്വാൻസ് ടാക്സ് ബാധിക്കുന്നതാണ്. പക്ഷേ ഒരു സാലറീഡ് ഇൻഡിവിജ്വൽ ഈ അഡ്വാൻസ് ടാക്സിലേക്ക് വരുന്നത് വളരെ ചുരുക്കം രീതിയിലാണ്. അതായത് നമ്മൾ ഒരു ഇൻകം ഏൺ ചെയ്യുമ്പോൾ ആ ഇൻകം ടാക്സബിൾ ലിമിറ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾക്ക് സാലറി ഇൻകത്തിൻ്റെ മുകളിൽ TDS നമ്മളുടെ എംപ്ലോയർ തന്നെ ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എംപ്ലോയർക്ക് അറിയാവുന്നത് ആകെ നിങ്ങളുടെ സാലറീഡ് ഇൻകം മാത്രമാണ്. നിങ്ങൾക്ക് പുറത്ത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ FD ഉണ്ട്. ആ FDയിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്തു. ഇങ്ങനെ മറ്റ് സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം നിങ്ങളുടെ എംപ്ലോയർ അറിയാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളൊരു ഇൻകം നിങ്ങളുടെ സാലറി ഇൻകത്തിൻ്റെ കൂടെ ആഡ് ആകുമ്പോൾ പലപ്പോഴും നമ്മളുടെ സാലറി ഇൻകം ടാക്സബിൾ ലിമിറ്റിൻ്റെ മുകളിൽ പോകും. നിങ്ങൾ മറ്റൊരു സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുമ്പോൾ ആ സോഴ്സ് ഓഫ് ഇൻകം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10% TDS ആയിരിക്കും ഡിഡക്റ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 2%ഓ 5%ഓ ആയിരിക്കും ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന TDS നിങ്ങളുടെ ആക്ച്വൽ സാലറിയിലൂടെ ക്ലബ്ബ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ 20%ഓ 30%ഓ ടാക്സബിൾ ബ്രാക്കറ്റിലേക്ക് മാറുവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടാക്സ് ബാലൻസ് പേയബിൾ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാലൻസ് ടാക്സ് പേയബിൾ 10,000 മുകളിലാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇൻകം ടാക്സ് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരാം. എപ്പോഴാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത്? അഡ്വാൻസ് ടാക്സിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഒരു വർഷത്തിൽ 4 തവണയാണ്. ഓരോ ക്വാർട്ടറിൻ്റെയും അവസാനമായിട്ടാണ് ഈ ഡ്യൂ ഡേറ്റുകൾ വരുന്നത്. ജൂൺ 15-ാം തീയതി 15%, സെപ്റ്റംബർ 15-ാം തീയതി 45%, ഡിസംബറിൽ 75%, മാർച്ച് 15-ാം തീയതി 100%. നിങ്ങളുടെ ടോട്ടൽ അഡ്വാൻസ് ടാക്സ് ഒരു 10,000 രൂപയാണെങ്കിൽ നിങ്ങളതിൻ്റെ 15% ജൂൺ 15-ാം തീയതി അടയ്ക്കണം. അതേ 10,000-ൻ്റെ 30% നിങ്ങൾ സെപ്റ്റംബർ 15-ാം തീയതി അടയ്ക്കണം. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ സെപ്റ്റംബറിൽ ടോട്ടൽ അഡ്വാൻസ് ടാക്സിൻ്റെ 45% നിങ്ങൾ അടച്ചു കാണും. ഇതേപോലെ തന്നെ ഡിസംബറിലും മാർച്ചിലും നിങ്ങൾ അടയ്ക്കണം. അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ എന്താണ് കോൺസിക്വൻസ്? അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്? ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വർഷാവസാനം നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ പേരിലുള്ള ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234(b)യും ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234(c)യും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു. ഈ സെക്ഷൻസ് ഇറലവൻ്റ് ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ, എങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോൺസിക്വൻസ്. എന്ത് ആക്ഷൻ നമ്മൾ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിളാണ്. നമ്മളുടെ ടോട്ടൽ ഇൻകം, നമുക്ക് പുറത്ത് നിന്ന് കിട്ടുന്ന ഇൻകം, ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.
അങ്ങനെ വരുന്ന ടാക്സ് നമ്മൾ ടോട്ടൽ TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ബാലൻസ് ടാക്സ് വരുന്നത് നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ നിങ്ങളത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുക. ആപ്ലിക്കബിൾ ആണെങ്കിൽ ടാക്സ് അടയ്ക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് സേവ് ചെയ്യാം. ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് പേരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ താങ്ക് യു.